ഹായ് ഫ്രണ്ട്സ്, SBS ടോക്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. കായലുകളെ കുറിച്ചാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വേമ്പനാട് കായൽ. വേമ്പനാട് കായലിൻ്റെ നീളം എത്ര? 205 ചതുരശ്ര കിലോമീറ്റർ അല്ലെങ്കിൽ 96 കിലോമീറ്റർ. വേമ്പനാട് കായലിൻ്റെ നീളമാണ് 205 ചതുരശ്ര കിലോമീറ്റർ അല്ലെങ്കിൽ 96 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും നീളം കൂടിയ കായൽ ഏത്? വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും നീളം കൂടിയ കായലാണ് വേമ്പനാട്ട് കായൽ. കൊച്ചി പോർട്ട് സ്ഥിതി ചെയ്യുന്ന കായൽ ഏത്? ഇതൊരു നാവിക ആസ്ഥാനമാണ്. വേമ്പനാട്ട് കായൽ. കൊച്ചി പോർട്ട് സ്ഥിതി ചെയ്യുന്ന കായലാണ് വേമ്പനാട്ട് കായൽ. വൈപ്പിൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന കായൽ ഏത്? വേമ്പനാട്ട് കായൽ. വൈപ്പിൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന കായലാണ് വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയും ജനസാന്ദ്രതയും കൂടിയ ദ്വീപ് ഏതാണ്? വൈപ്പിൻ ദ്വീപ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയും ജനസാന്ദ്രതയും കൂടിയ ദ്വീപാണ് വൈപ്പിൻ ദ്വീപ്. കൊച്ചി പോർട്ട് സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏത്? വെല്ലിംഗ്ടൺ ദ്വീപ്. കൊച്ചി പോർട്ട് സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് വെല്ലിംഗ്ടൺ ദ്വീപ്. മനുഷ്യനിർമ്മിതമായ ദ്വീപ് ഏതാണ്? വെല്ലിംഗ്ടൺ ദ്വീപ്. മനുഷ്യനിർമ്മിതമായ ദ്വീപാണ് വെല്ലിംഗ്ടൺ ദ്വീപ്. പെരിയാർ നദി പതിക്കുന്ന കായൽ ഏത്? കൊടുങ്ങല്ലൂർ കായൽ. ഇത് തൃശ്ശൂരിലാണ്. ഇത് വേമ്പനാട്ട് കായലിൻ്റെ ഒരു ഭാഗമാണ്. പെരിയാർ നദി പതിക്കുന്ന കായൽ ഏത്? കൊടുങ്ങല്ലൂർ കായൽ, തൃശ്ശൂർ. വേമ്പനാട്ട് കായലിനെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം ഏത്? 2002. വേമ്പനാട്ട് കായലിനെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷമാണ് 2002. വേമ്പനാട്ട് കായലിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ബണ്ട് ഏതാണ്? തണ്ണീർമുക്കം ബണ്ട്. വേമ്പനാട്ട് കായലിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ബണ്ടാണ് തണ്ണീർമുക്കം ബണ്ട്. കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷിക്കാനായി കായലിൽ നിർമ്മിച്ച തടയണ ഏത്? തോട്ടപ്പള്ളി സ്പിൽവേ. കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷിക്കാനായി കായലിൽ നിർമ്മിച്ച തടയണയാണ് തോട്ടപ്പള്ളി സ്പിൽവേ. കുമരകം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന തടാകമേത്? വേമ്പനാട്ട് കായൽ. കുമരകം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന തടാകമാണ് വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായലിനെ അറബിക്കടലുമായി ചേരുന്ന തുറമുഖം ഏതാണ്? കൊച്ചി. വേമ്പനാട്ട് കായൽ അറബിക്കടലുമായി ചേരുന്ന തുറമുഖമാണ് കൊച്ചി. സോ ഫ്രണ്ട്സ്, ഇനി നമുക്ക് വേമ്പനാട്ട് കായലിൻ്റെ മോക്ക് ടെസ്റ്റ് ആണ്. ഒരു വൈറ്റ് പേപ്പർ എടുക്കുക, നിങ്ങൾക്ക് കിട്ടുന്ന ആൻസേഴ്സ് അതിൽ നോട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മോക്ക് ടെസ്റ്റിലേക്ക് കടക്കാം. വേമ്പനാട്ട് കായലിൻ്റെ നീളം എത്ര? കേരളത്തിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും നീളം കൂടിയ കായൽ ഏത്? കൊച്ചി പോർട്ട് സ്ഥിതി ചെയ്യുന്ന കായൽ ഏതാണ്? വൈപ്പിൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന കായൽ ഏത്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയും ജനസാന്ദ്രതയും കൂടിയ ദ്വീപ് ഏതാണ്? കൊച്ചി പോർട്ട് സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏതാണ്? മനുഷ്യനിർമ്മിത ദ്വീപ് ഏതാണ്? പെരിയാർ നദി പതിക്കുന്ന കായൽ ഏതാണ്? വേമ്പനാട്ട് കായലിനെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷമേത്? വേമ്പനാട്ട് കായലിന് കുറുകെ നിർമ്മിച്ച ബണ്ട് ഏതാണ്? കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷിക്കാനായി കായലിൽ നിർമ്മിച്ച തടയണ ഏത്? കുമരകം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന തടാക തീരമേത്? വേമ്പനാട്ട് കായൽ അറബിക്കടലുമായി ചേരുന്ന തുറമുഖമേത്? സോ ഫ്രണ്ട്സ്, മോക്ക് ടെസ്റ്റ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ആൻസർ കീ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് ഈ വീഡിയോന് താഴെ കമൻറ്റ് ചെയ്യുക. ആൻസേഴ്സ്: വേമ്പനാട്ട് കായലിൻ്റെ നീളം എത്ര? 205 ചതുരശ്ര കിലോമീറ്റർ അല്ലെങ്കിൽ 96 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? വേമ്പനാട്ട് കായൽ. കൊച്ചി പോർട്ട് സ്ഥിതി ചെയ്യുന്ന കായൽ ഏത്? വേമ്പനാട്ട് കായൽ. വൈപ്പിൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന കായൽ ഏത്? വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയും ജനസാന്ദ്രതയും കൂടിയ ദ്വീപ് ഏത്? വൈപ്പിൻ ദ്വീപ്.
കൊച്ചി പോർട്ട് സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏതാണ്? വെല്ലിംഗ്ടൺ ദ്വീപ്. മനുഷ്യനിർമ്മിത ദ്വീപ് ഏതാണ്? വെല്ലിംഗ്ടൺ ദ്വീപ്. പെരിയാർ നദി പതിക്കുന്ന കായൽ ഏത്? കൊടുങ്ങല്ലൂർ കായൽ, അതായത് തൃശ്ശൂരിലാണിത്. വേമ്പനാട്ടു കായലിനെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷമാണ് 2002. വേമ്പനാട്ട് കായലിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ബണ്ട് ഏതാണ്? തണ്ണീർമുക്കം ബണ്ട്. കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷിക്കാനായി കായലിൽ നിർമ്മിച്ച തടയണ ഏത്? തോട്ടപ്പള്ളി സ്പിൽവേ. കുമരകം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന തടാക തീരമേത്? വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായൽ അറബിക്കടലുമായി ചേരുന്ന തുറമുഖം ഏത്? കൊച്ചി തുറമുഖം. ആൻസർ കീ ഡിസ്കഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് ചെക്ക് ചെയ്യുക. ഫുൾ മാർക്ക് കിട്ടുന്നവരെ ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. താങ്ക്